ഹായ് എവ്രി വൺ, വെൽക്കം ടു ഇറാ മാത്സ് ക്ലാസ്. എല്ലാവർക്കും ഇറാ മാത്സ് ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കായ ഇക്വേഷൻസ് ആൻഡ് പോളിനോമിയൽസ് ആണ്. നമുക്ക് നോക്കാം എന്താ ഇക്വേഷൻസ്, എന്താണ് പോളിനോമിയൽസ് ഒക്കെ. ഇവിടെ നോക്കാം, 2x² - 7x - 15 is a second degree polynomial കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വർഷം 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് എന്താണ് പോളിനോമിയൽ എന്ന് അല്ലേ. എന്താ പോളിനോമിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പി ഓഫ് എക്സ്, അതായത് x² ടേംസിൽ എഴുതുന്ന ഇക്വേഷൻസിനാണ് നമ്മൾ എന്ത് പറയുക, പോളിനോമിയൽസ് എന്ന് പറയാം. ഇനി അതിൻ്റെ പവറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് പറയുക, അത് ഏത് ഡിഗ്രി പോളിനോമിയലാണെന്ന് പറയാം. ഇപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ ഹയസ്റ്റ് പവർ ഏതാ, എക്സിൻ്റെ ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത് 2 ആണ് അല്ലേ. എക്സിൻ്റെ ഹയസ്റ്റ് പവർ 2 ആയതുകൊണ്ട് ഇവിടെ നമ്മൾ പറയുന്ന പേരാണ് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ. കഴിഞ്ഞ വർഷം 9ാം ക്ലാസ്സിൽ ക്ലിയർ ആയി പഠിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ, സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ, തേർഡ് ഡിഗ്രി പോളിനോമിയൽ എന്നൊക്കെ. അതിൻ്റെ ജനറൽ ഇക്വേഷൻസും പഠിച്ചിട്ടുണ്ട് ഇല്ലേ. ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിൻ്റെ ഇക്വേഷൻ എന്താ, ax + b, അവിടെ ഒരു എക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിൻ്റെ ഫോം എന്ന് പറയുന്നത് ജനറൽ ഫോം ax² + bx + c. തേർഡ് ഡിഗ്രി ആണെങ്കിൽ എന്താ വരിക, ax³ ആവും വരിക, ഹയസ്റ്റ് ഡിഗ്രി 3 ആവും വരിക. അപ്പോൾ ax³ + bx² + cx + d. ഈ 3 പോളിനോമിയൽ നിങ്ങൾ കഴിഞ്ഞെല്ലാം പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അതായത് ഈ വർഷം നിങ്ങൾ പഠിക്കാൻ പോകുന്നത് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ്. എക്സിൻ്റെ പവർ 2 വരുന്ന പോളിനോമിയൽസ് വെച്ചിട്ട് എങ്ങനെ പ്രോബ്ലം സോൾവ് ചെയ്യാമെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം അതിൻ്റെ മുന്നേ ഞാൻ പറഞ്ഞു ഡിഗ്രി എന്താണെന്ന് പറഞ്ഞു, ഹയസ്റ്റ് പവർ, എക്സിൻ്റെ ഹയസ്റ്റ് പവറിനെയാണ് നമ്മൾ എന്ത് പറയുക, ഡിഗ്രി എന്ന് പറയാം. എക്സിൻ്റെ കൂടെ കിടക്കുന്ന നമ്പർ, അതായത് x² കൂടെ കിടക്കുന്ന നമ്പറിന് നമ്മൾ പറയുന്ന പേരാണ് കോയിഫിഷ്യൻറ്റ്. x² എന്നല്ല, എക്സിൻ്റെ കൂടെ കിടക്കുന്ന ഏതൊരു നമ്പറിനെയും നമ്മൾ പറയുന്ന പേരാണ് കോയിഫിഷ്യൻറ്റ്. എക്സ് ഇല്ലാത്ത ടേമിന് നമ്മൾ പറയുന്ന പേരാണ് കോൺസ്റ്റൻറ്റ്. ഇതൊക്കെ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ടാവുമെന്ന് ക്ലിയർ വിചാരിക്കുന്നു. ഇവിടെ നോക്കുക, ദ ജനറൽ ഫോം ഓഫ് എ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ഇസ് ax² + bx + c. കഴിഞ്ഞ വർഷം പഠിച്ച ഇക്വേഷനാണ്. ഇനി ഇവിടെ നോക്കുക, ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് ഞാൻ പോളിനോമിയൽ പറഞ്ഞു. ഏതാ പോളിനോമിയൽ, 2x² - 7x - 15. ഇതൊരു പോളിനോമിയൽ എപ്പോഴും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഏതല്ല, പി ഓഫ് എക്സിലാണ്. അപ്പോൾ x² കൂടെ കിടക്കുന്ന നമ്പർ ഏതാണോ അതിനെയാണ് നമ്മൾ ഏത് റെപ്രസെൻറ്റ് ചെയ്യുക, ലെറ്റർ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുക, a. x² കൂടെ കിടക്കുന്ന നമ്പറാണ് നമ്മൾ a എന്ന് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. ഹിയർ x² കൂടെ കിടക്കുന്ന നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ എൻ്റെ വില എത്രയാണ്, 2. ഇനി എക്സിൻ്റെ കൂടെ ഉള്ള നമ്പർ എന്ന് പറയുന്നത് ഏതാ, 7 അല്ല, -7 ആണ്. മൈനസിനെ നിങ്ങൾ കൺസിഡർ ചെയ്യണം, കാരണം നിങ്ങൾ ഇക്വേഷനിൽ ax² + bx + c എന്നാണ്, എല്ലാതും പോസിറ്റീവാണ്. അപ്പോൾ ഇവിടെ നെഗറ്റീവ് വരികയാണെങ്കിൽ ആ നെഗറ്റീവും നിങ്ങൾ എന്തിൽ എഴുതണം, ആ കോയിഫിഷ്യൻറ്റിൽ എഴുതണം. അപ്പോൾ b എന്ന് പറയുമ്പോൾ ഇവിടെ -7 ആണെങ്കിൽ b -7 തന്നെയാണ്. ഇനി c നോക്കുക, ഇവിടെ c എത്രയാ, -15 ആണ്, മൈനസ് കൂടെ ഉണ്ട്, സോ -15. ഇനി എക്സിന് നമ്മൾ 1ഉം എക്സിന് വാല്യൂസ് കൊടുത്തിട്ട് പോളിനോമിയലിൻ്റെ വില കണ്ടുപിടിക്കാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എക്സിന് 1 കൊടുക്കുകയാണ്. എക്സിന് 1 കൊടുക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക, എല്ലായിടത്തും എക്സ് ഉള്ളിടത്തൊക്കെ 1 ഇട്ട് കൊടുക്കുക. അപ്പോൾ 2 × 1² -7 × 1 -15. അപ്പോൾ 2 - 7 - 15 -20 എന്ന് വരും. എക്സിന് 6 കൊടുക്കുകയാണെങ്കിൽ എക്സ് ഉള്ളിടത്തൊക്കെ 6 കൊടുക്കുക. എക്സിന് 6 കൊടുക്കുകയാണെങ്കിൽ ആൻസർ എത്രയാണ് വരിക, 50 എന്ന് വരും. അപ്പോൾ അതൊക്കെ നിങ്ങൾ കഴിഞ്ഞ പഠിച്ചിട്ടുണ്ട്. ഇക്കൊല്ലം നമ്മൾ എങ്ങനെയാണ് പഠിക്കാൻ പോകുന്നത്, നിങ്ങൾക്കൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ തന്നിട്ടുണ്ടെങ്കിൽ എക്സിൻ്റെ വില എങ്ങനെ കണ്ടുപിടിക്കും എന്നാണ് ഈ വർഷം നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനൊരു ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താ, ടു ഗെറ്റ് ax² + bx + c is equal to 0. ax² + bx + c is equal to 0 നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സിൻ്റെ വില കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് x = -b ± √b² - 4ac / 2a. ഈ ഇക്വേഷൻ ഒരിക്കലും മറക്കരുത്, -b ± √b² - 4ac / 2a. ഇവിടെ എൻ്റെയും ബിൻ്റെയും സിൻ്റെയും വില നിങ്ങൾ
ആദ്യം കണ്ടുപിടിച്ചിട്ടുണ്ട്. എ എന്ന് പറഞ്ഞത് ബി എന്ന് പറഞ്ഞാൽ എത്രയാ -7. അപ്പോൾ ബി എന്നുള്ളടത്ത് എന്ത് കൊടുക്കുക -7 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഒരു മൈനസ് പുറത്തുണ്ട് എന്ന് വിചാരിച്ചിട്ട് മൈനസ് ഇട്ട് കൊടുക്കാതിരിക്കരുത്. ഇപ്പോൾ ബി മൈനസ് ആണെങ്കിൽ അത് ബ്രാക്കറ്റിൽ ഇട്ട് കൊടുക്കാം. സോ മൈനസ് ഓഫ് -7 പ്ലസ് ഓർ മൈനസ് ബി സ്ക്വയർ എന്നാണ് ബിന്റെ സ്ഥാനത്ത് കിടക്കുന്ന -7. സോ -7 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ എന്ന് പറഞ്ഞത് 2 ആണ്, സി എന്ന് പറഞ്ഞത് -15. സോ അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 2. 2 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 4. ഇനി പുറത്ത് നോക്കുക, മൈനസ് ഇൻറ്റു മൈനസ് പഠിച്ചിട്ടുണ്ട്. മൈനസ് ഇൻറ്റു മൈനസ് എന്താ പ്ലസ് ആണ്. സോ 7 പ്ലസ് ഓർ മൈനസ് 7ന്റെ സ്ക്വയർ 49. ഇവിടെ -4 ഇൻറ്റു -15 ഉണ്ട്. മൈനസും മൈനസും വന്നിട്ടുണ്ടെങ്കിൽ പ്ലസ്. 4 ഇൻറ്റു 2 8, 8 ഇൻറ്റു 15 120. അപ്പോൾ അത് ആഡ് ചെയ്യുമ്പോൾ 49 പ്ലസ് 120 ആഡ് ചെയ്യുമ്പോൾ 169. അടുത്ത സ്റ്റെപ്പ് 7 പ്ലസ് ഓർ മൈനസ് റൂട്ട് 169/4. 169ന്റെ റൂട്ട് എത്രയാ 13 അല്ലേ. ഇവിടെ പ്ലസും വരാം മൈനസും വരാം. അതുകൊണ്ട് പുറത്ത് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെന്ത് പ്ലസ് ഓർ -13. പിന്നെ വേറൊരു പ്ലസും പിന്നെ ഒരു മൈനസും ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ഇനി ഇവിടെ പ്ലസും ഉണ്ട് മൈനസും ഉണ്ട് എന്ന് പറയും. ഇനി അടുത്ത സ്റ്റെപ്പിൽ സെപ്പറേറ്റ് ചെയ്യാം. പ്ലസ് ഉള്ളത് പ്ലസും ചെയ്യാം, മൈനസ് ഉള്ളത് മൈനസും ചെയ്യാം. 7 പ്ലസ് 13/4 ഓർ 7 മൈനസ് 13/4. 7ഉം 13ഉം ആഡ് ചെയ്യുമ്പോൾ 20. 20ൽ 4 5 ടൈംസ്. സോ 5 is ആൻസർ. 7 മൈനസ് 13. 7ന് 13 കുറയ്ക്കുമ്പോൾ -6/4. അപ്പോൾ എക്സിൻ്റെ വില ഏതൊക്കെയാ 5ഉം അതേപോലെ തന്നെ -6/4. ഇനി നിങ്ങൾക്ക് കിട്ടിയ ആൻസർ ചെക്ക് ചെയ്യാൻ എങ്ങനെ ചെക്ക് ചെയ്യാം? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്കൊരു ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ AX² + BX + C അങ്ങനെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ എക്സിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് കിട്ടിയ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അത് ചെയ്യുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്ത് ഉത്തരം 0 ആണ് കിട്ടുന്നെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ആൻസർ എന്താ ശരിയാണ്, അല്ലെങ്കിൽ ഉത്തരം തെറ്റാണെന്ന് അർത്ഥം. രണ്ട് വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. രണ്ട് വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ആൻസർ എന്തായാലും കിട്ടുള്ളൂ 0സേ കിട്ടുള്ളൂ. ഇതാണ് ഇക്വേഷൻ. ഇക്വേഷൻ എന്താ -b പ്ലസ് ഓർ മൈനസ് √(b² -4ac/2a. ഇക്വേഷൻ മറക്കരുത്. ഇന്ന് ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ. The perimeter of a rectangle is 42 meter and its diagonal is 15 meter. What are the length of its side? ഒരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് 42 മീറ്ററും അതേപോലെ തന്നെ ഡയഗണൽ തന്നിട്ടുണ്ട് 15 മീറ്ററുമാണ്. എങ്കിൽ ലെങ്ത് എത്രയാ ബ്രെഡ്ത്ത് എത്രയാ? അപ്പോൾ നിങ്ങൾക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കാം. ഡയഗണൽ തന്നിട്ടുണ്ട് 15, പെരിമീറ്റർ തന്നിട്ടുണ്ട് 42. ഇപ്പോൾ പെരിമീറ്റർ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പെരിമീറ്റർ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താ 2 × L + B. അപ്പോൾ 2 × L + B = 42. അപ്പോൾ L + B = 2 അപ്പുറത്ത് കൊണ്ടുപോയി ഇപ്പോൾ ഡിവൈഡ് ആവും 21. അപ്പോൾ എക്സും ബ്രെഡ്ത്ത് ഏതാ അറിയില്ല, ലെങ്ത് എന്താ ഒന്നും അറിയില്ല. അപ്പോൾ ലെങ്ത്തിനെയാണ് എക്സ് കൊടുത്തു, ബ്രെഡ്ത്ത് എന്തായിരിക്കും 21 - x. ഇനി പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. ഇവിടെ നോക്കുക, പൈത്തഗോറസ് തിയറം എന്താ ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ = ഹൈപ്പോട്ടന്യൂസ്². ഇവിടെ ബേസ് എന്ന് പറയുന്നത് AB² പ്ലസ് ഹൈറ്റ് എന്ന് പറയുന്നത് AD² = ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് BD². ഇനി ഓരോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. AB എന്ന് പറയുന്നത് x ആണ്, AD എന്ന് പറയുന്നത് 21 - x, BD എന്ന് പറയുന്നത് ഡയഗണലാണ് 15. അപ്പോൾ കൊടുക്കുക x² പ്ലസ് 21 - x ഹോൾ സ്ക്വയർ = 15². x² പ്ലസ് 21 - x എന്ന് പറയുന്നത് a - b ഹോൾ സ്ക്വയർ എന്നുള്ള രൂപത്തിലാണ്. അപ്പോൾ അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 441 - 42x പ്ലസ് x² = 15ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞത് 225. രണ്ട് x² ഉണ്ട്, x² ആഡ് ചെയ്യുമ്പോൾ 22x² മൈനസ് 42x പ്ലസ് 441. ഇനി റൈറ്റ് സൈഡിൽ എന്തുണ്ട് 225 ഉണ്ട്. അതിനെന്ത് ചെയ്യുക, ലെഫ്റ്റ് സൈഡിലോട്ട് പോകും. കാരണം നമുക്ക് ലെഫ്റ്റ് സൈഡിൽ എപ്പോഴും 0 ആണ് വരേണ്ടത്. ഇപ്പോൾ റൈറ്റ് സൈഡിന് ലെഫ്റ്റ് സൈഡിലോട്ടും ഉണ്ട്. 441 225 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും 216. ഇക്വേഷൻ എന്താവും 2x² -
42x plus 216 is equal to 0. Throughout 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. x square minus 21x plus 108 is equal to 0. അപ്പോൾ ഇതൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിൻ്റെ ജനറൽ ഫോമാണ് അല്ലേ. ഇവിടെ എൻ്റെ സ്ഥാനത്ത് എക്സ് സ്ക്വയറിൻ്റെ കൂടെ കിടക്കുന്ന സംഖ്യയാണ് എ. അപ്പോൾ എൻ്റെ സ്ഥാനത്ത് എന്താ 1. എക്സിൻ്റെ കൂടെ കിടക്കുന്ന നമ്പറാണ് ബി. എക്സിൻ്റെ കൂടെ കിടക്കുന്ന നമ്പർ 21 ഒരിക്കലും പറയരുത്, കാരണം അപ്പുറത്തൊരു മൈനസ് ഉണ്ട്. സോ -21. സിൻ്റെ സ്ഥാനത്ത് കിടക്കുന്നത് 108. അപ്പോൾ ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇക്വേഷൻ എന്ന് പറയുന്നത് -b പ്ലസ് ഓർ മൈനസ് √b² - 4ac by 2a. ബി എന്ന് പറയുന്നത് -21 ആണ്. സോ -21 പ്ലസ് ഓർ മൈനസ് √(-21 square minus 4 into 1 into 108 divided by 2 into 1. മൈനസും മൈനസും പോയി 21 പ്ലസ് ഓർ മൈനസ് 441 മൈനസ് 432. അപ്പം അതിനെ കുറയ്ക്കുമ്പോൾ നിങ്ങൾക്ക് 9 കിട്ടും. 9ൻ്റെ റൂട്ട് എത്രയാ? 3. സോ 21 പ്ലസ് ഓർ മൈനസ് 3/2. പ്ലസും വരാം മൈനസും വരാം. 21 പ്ലസ് 3, 21ഉം 3 ആഡ് ചെയ്യുമ്പോൾ 24. 24ൽ 2 12 ടൈംസ്. ഇനി 24ന് 3 കുറയ്ക്കുമ്പോൾ 18. 18ൽ 2 9 ടൈംസ്. സോ ആൻസർ എന്താ? ലെങ്ത് 12, ബ്രെഡ്ത്ത് 9 മീറ്റർ. ഇക്വേഷൻ അറിയാം, ഇക്വേഷൻ ചെയ്യാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇക്വേഷൻ വൃത്തിയായിട്ട് എഴുതാൻ വയ്ക്കുമെങ്കിൽ ആൻസർ എന്തായാലും കിട്ടും. സെക്കൻഡ് ക്വസ്റ്റ്യൻ. How many consecutive natural numbers starting from 1 should be added to get 300? എത്ര കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ആഡ് ചെയ്താലാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുക? തുക 300 കിട്ടുക, സമ്മ് 300 കിട്ടുക. അപ്പം എത്രയെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അറിയാം എങ്ങനെയാണ് കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ് കണ്ടുപിടിക്കുക. ഇക്വേഷൻ എന്താ? n × n+1/2 അല്ലേ. n × n+1/2. സമ്മ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് 300. സോ 300 is equal n × n+1/2. ഈ 2നെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ 300 × 2 300 × 2 എന്ന് പറഞ്ഞാൽ 600. 600 is equal n × n+1. ഇനി തിരിച്ചെഴുതി n × n+1 is equal to 600. ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. n × n n², n × 1 n ഈക്വൽ 600. 600 റൈറ്റ് സൈഡിലാണ്. റൈറ്റ് സൈഡിൽ നിന്ന് എന്ത് ചെയ്യുക? ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുപോകുക. n² പ്ലസ് n മൈനസ് 600 is equal to 0. ഇവിടെ എ എന്ന് പറഞ്ഞത് n² കൂടെ കിടക്കുന്ന നമ്പർ എ എന്ന് പറഞ്ഞത് 1 ആണ്. ബി നോക്കുക, ഇവിടെ എന്നിൻ്റെ കൂടെ കിടക്കുന്ന നമ്പർ ഒന്നും ഇല്ലെങ്കിൽ അവിടെ 1 ആണെന്നാണ് അർത്ഥം കേട്ടോ. ഒന്നും ഇല്ല എന്നൊന്നും പറയരുതേ. അപ്പോൾ എന്നിൻ്റെ കൂടെ കിടക്കുന്ന നമ്പർ 1. ഇനി സി എത്രയാണ്? 600 അല്ല, -600 ആണ് സിൻ്റെ വില. ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. -b പ്ലസ് ഓർ മൈനസ് √(b² - 4ac by 2a. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും 24 ഓർ -25. ഒരിക്കലും ഒരിക്കലും എന്ത് വരില്ല? മൈനസ് വരില്ല. സോ 24 ടേംസ് ആഡ് ചെയ്താലാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുക? സമ്മ് 300 കിട്ടുക. നിങ്ങളൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിലോട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ ബാക്കി സിമ്പിളായിട്ട് ആ ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും, ഒരു ബുദ്ധിമുട്ടുമില്ല. തേർഡ് ക്വസ്റ്റ്യൻ. What number added to 1 gives its own square? ചോദ്യം എന്താ? What number added to 1 gives its own square? ഏത് നമ്പറിൻ്റെ കൂടെ ഒന്ന് കൂട്ടിയാലാണ് അതിൻ്റെ തന്നെ സ്ക്വയർ കിട്ടുക എന്നാണ് ചോദ്യം. അപ്പം എന്ത് ചെയ്യാം? ആ നമ്പർ എടുത്തു എക്സ്, അതിൻ്റെ കൂടെ ഒന്ന് കൂട്ടി. അപ്പം x+1 ഈക്വൽ അതിൻ്റെ സ്ക്വയർ കിട്ടണം എന്ന് പറഞ്ഞാൽ ആ നമ്പറിൻ്റെ. അപ്പോൾ x². തിരിച്ചെഴുതി x² is equal x+1. ഇനി അവിടെ x+1നെ ഒക്കെ എന്ത് ചെയ്തു? ഈ സൈഡിലോട്ട് കൊണ്ട് ഇപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുപോയി. അപ്പോൾ പ്ലസ് എന്നുള്ളതൊക്കെ മൈനസ് ആവും. x² - x -1 is equal to 0. ഇവിടെ x² കൂടെ കിടക്കുന്ന നമ്പർ 1, സോ a is equal to 1. എക്സിൻ്റെ കൂടെ കിടക്കുന്ന നമ്പർ മൈനസ് ആണ്, സോ b is equal to -1. സിൻ്റെ എക്സ് ഇല്ലാത്ത ടേം ആണ് -1, സോ c is equal to -1. ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. യു വിൽ ഗെറ്റ് 1 പ്ലസ് ഓർ മൈനസ് √5/2. 5ന് റൂട്ട് ഇല്ല, സോ എന്ത് ചെയ്യുക? അതേപോലെ തന്നെ എഴുതി വയ്ക്കുക, സെപ്പറേറ്റ് ചെയ്യുക. പ്ലസ് ഓർ മൈനസ് 5 എന്നുണ്ട് അല്ലേ. അപ്പോൾ 1 പ്ലസ് √5/2 ഓർ 1 മൈനസ് √5/2.
അങ്ങനെ എഴുതി വെച്ചാൽ മതി റൂട്ടില്ലെങ്കിൽ. ഫോർത്ത് ക്വസ്റ്റ്യൻ. In writing the equation to construct a rectangle of specified perimeter and area, the perimeter was wrongly written as 24 instead of 42. The length of it was then computed as 10 meter. What is the area in the problem? What are the length of the sides of a rectangle in correct problem? Question എന്താ? In writing an equation, ഒരു ഇക്വേഷൻ എഴുതുമ്പോൾ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്ററും അല്ലെങ്കിൽ അതേപോലെ ഏരിയയും എന്നിട്ട് നിങ്ങളോടൊരു ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ പെരിമീറ്റർ എന്ന് പറഞ്ഞത് 42 വരേണ്ടടുത്ത് എന്താ എഴുതിയേ? 24 ആണ് എഴുതിയിട്ടുള്ളത്. ഒരു സൈഡ് അതായത് ലെങ്ത്ത് എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് 10 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ആ പ്രോബ്ലത്തിൻ്റെ ഏരിയ എത്രയായിരിക്കും? കറക്റ്റ് പ്രോബ്ലത്തിൽ ലെങ്ത്ത് എത്രയായിരിക്കും റെക്റ്റാങ്കിളിൻ്റെ എന്നാണ് ചോദ്യം. അപ്പം നിങ്ങൾക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞത് പെരിമീറ്റർ ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത് 42 പകരം 24 എടുത്തിട്ടുള്ളത് അല്ലേ? അപ്പം അത് കൊടുക്കുക. വെൻ ദ പെരിമീറ്റർ വാസ് ടേക്കൺ ആസ് 24 എടുത്തപ്പോൾ ലെങ്ത്ത് എത്രയാ? ലെങ്ത്ത് 10 എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ ബ്രെഡ്ത്ത് 2 അല്ലേ? പെരിമീറ്റർ ആണ് 24. അപ്പം ലെങ്ത്തും ബ്രെഡ്ത്തും കൂട്ടിയാൽ എത്ര വരിക? 2 ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2 × L + B = 24. അതൊന്നും ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല. 2 × L + B = 24. L + B = 12 അല്ലേ? എല്ലും ലെങ്ത്തും ബ്രെഡ്ത്തും കൂട്ടിയാൽ എന്ത് കിട്ടണം? 12 കിട്ടണം. അപ്പോൾ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ലെങ്ത്ത് 10 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബ്രെഡ്ത്ത് സ്വാഭാവികമായിട്ടും എത്ര തന്നെയായിരിക്കും? 2 ആയിരിക്കും. അപ്പോൾ ലെങ്ത്ത് 10ഉം ബ്രെഡ്ത്ത് 2ഉം. അങ്ങനെയാണെങ്കിൽ ഏരിയ എത്രയായിരിക്കും? 10 × 2 10 × 2 20. ഈ കറക്റ്റ് പ്രോബ്ലം അതായത് 24 പകരമാണ് 42 പകരമാണ് 24 എടുത്തത്. ഇനി 42 എടുക്കുകയാണെങ്കിൽ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും എത്രയായിരിക്കും? ഇപ്പോൾ കൊടുക്കുക. ഇഫ് ദ പെരിമീറ്റർ ഇസ് 42 ആണെങ്കിൽ ലെങ്ത്തും ബ്രെഡ്ത്തും കൂട്ടിയാൽ എത്ര കിട്ടും? 21 അല്ലേ? അപ്പോൾ ലെങ്ത്ത് ഞാൻ x എടുത്തു. അങ്ങനെയാണെങ്കിൽ ബ്രെഡ്ത്ത് എന്തായിരിക്കും? 21 - x. ഇവിടെ ക്വസ്റ്റ്യനിൽ ഏരിയ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാ? 20 ആണ് അല്ലേ? ഏരിയ 20 ആണെങ്കിൽ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് എങ്ങനെയാണ് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. സോ ലെങ്ത് x ആണ്. സോ x ഇൻറ്റു 21 - x = 20. ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. 21x - x² = 20. x² ടേം ഞാൻ അത് എഴുതി. -x² + 21x = 20. മൈനസിനെ കൊണ്ട് ഞാൻ ഫുള്ളും മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ -x² ഉള്ളത് എന്തായി? x² ആയി. +21x എന്നുള്ളത് എന്തായി? -21x ആയി. +20 എന്നുള്ളത് -20. റൈറ്റ് സൈഡിലുള്ള -20നെ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവന്നു, ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവന്നു. ഇക്വേഷൻ എന്ന് പറയുന്നത് x² - 21x + 20 = 0. a എന്ന് പറഞ്ഞത് 1, b എന്ന് പറഞ്ഞത് -21, c എന്ന് പറഞ്ഞത് 20. ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 361 റൂട്ട് എന്ന് പറയും. നിങ്ങൾ റൂട്ട് 20 വരെയുള്ള റൂട്ട് എന്തായാലും പഠിച്ചു വെക്കണേ. എക്സാമിൻ്റെ നേരത്തെ റൂട്ട് കണ്ടുപിടിക്കാതെ നിങ്ങൾക്ക് സമയം ഉണ്ടാവില്ല. അപ്പോൾ x + 1 ± √361. 361 റൂട്ട് 19. സോ 21 ± 19/2. അപ്പോൾ രണ്ടും വരും, പ്ലസും വരും മൈനസും വരും. 21 + 19/2 or 21 - 19/2. ആൻസർ എന്ന് പറയുന്നത് 20 or 1. അപ്പോൾ ലെങ്ത് 20 ആണെങ്കിൽ ബ്രെഡ്ത്ത് എത്രയായിരിക്കും? 1. ക്ലിയർ? Next question. In copying a second degree equation to solve it, the term without x was written as 24 instead of -24. The answer found were 4 and 6. What are the answers of the correct problem? ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ 24 പകരം എന്ത് ചെയ്ത് കൊടുത്തു? എക്സ് ഇല്ലാത്ത ടേമിന് 24 പകരം -24 ആണ്. -24 പകരം 24 ആണ് ഇട്ടിട്ടുള്ളത്. ആൻസർ കിട്ടിയിട്ടുണ്ട് 4ഉം 6ഉം. അങ്ങനെയാണെങ്കിൽ ആ കറക്റ്റ് പ്രോബ്ലത്തിൻ്റെ ആൻസേഴ്സ് ഏതൊക്കെയാണ്? അപ്പോൾ ലെറ്റ് ദ സെക്കൻഡ് ഡിഗ്രി, നിങ്ങൾക്ക് ഏതാ ഇക്വേഷൻ ഒന്നും പറഞ്ഞിട്ടില്ല, ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എഴുതിയപ്പോൾ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ആ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എടുക്കുക. ax² + bx + c = 0. ഇനി റോങ്ലി റിട്ടേൺ ആൻസറിന് ഇക്വേഷന് നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട് ഏതാ? 4ഉം 6ഉം ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് എഴുതുക? എക്സിന് 4ഉം കൊടുക്കുക, എക്സിന് 6ഉം കൊടുക്കുക.
നിങ്ങൾക്ക് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഏതാ വരുന്നത് ax² പ്ലസ് bx പ്ലസ് c ഇസ് ഈക്വൽ ടു 0 ആണ്. നിങ്ങൾക്ക് ആൻസേഴ്സും കിട്ടിയിട്ടുണ്ട് 4ഉം 6ഉം ആണ്. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ കേസിൽ എക്സിന് 4 കൊടുക്കുക ആ ഇക്വേഷനിൽ. അപ്പോൾ a ഇൻറ്റു 4² പ്ലസ് b ഇൻറ്റു 4 പ്ലസ് 24 ഇസ് ഈക്വൽ ടു 0. എക്സ് ഇല്ലാത്ത ടേം 24 ആണെന്ന് പറഞ്ഞു. അപ്പോൾ a ഇൻറ്റു 4² എന്ന് പറഞ്ഞാൽ 16. സോ 16a പ്ലസ് 4b പ്ലസ് 24 ഇസ് ഈക്വൽ ടു 0. ഈ പ്ലസ് 24നെ ഞാൻ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകുമ്പോൾ മൈനസ് 24 ആയി. 16a പ്ലസ് 4b ഇസ് ഈക്വൽ മൈനസ് 24. ത്രൂ ഔട്ട് ഞാൻ എന്ത് ചെയ്തു 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 16 4 ടൈംസ്, സോ 4a പ്ലസ് 4 1 ടൈംസ്, സോ പ്ലസ് b. 24 6 ടൈംസ്. ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞത് 4a പ്ലസ് b ഇസ് ഈക്വൽ മൈനസ് 6 വന്നു. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ. ഇനി എക്സിന് 4a കൊടുത്തിട്ടുള്ളൂ. ഇനി എന്ത് ചെയ്യുക, എക്സിന് 6 കൊടുക്കുക. എക്സിന് 6 കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടും 6a പ്ലസ് b ഇസ് ഈക്വൽ ടു മൈനസ് 4. ഇപ്പോൾ 2 ഇക്വേഷൻ കിട്ടി. അതൊന്ന് എന്ത് ചെയ്യുക, എന്റെ വില കണ്ടുപിടിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇക്വേഷൻ നമ്പർ 2 നിന്ന് ഇക്വേഷൻ നമ്പർ 1 കുറയ്ക്കുക. ഇക്വേഷൻ നമ്പർ 2 നിന്ന് ഇക്വേഷൻ നമ്പർ 1 കുറയ്ക്കുക. ഇക്വേഷൻ നമ്പർ 2 നിന്ന് ഇക്വേഷൻ നമ്പർ 1 കുറക്കുമ്പോൾ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് 2a. 2a ഇസ് ഈക്വൽ മൈനസ് 4 മൈനസ് മൈനസ് 6. മൈനസും മൈനസും പ്ലസ് ആയി. മൈനസ് 4 പ്ലസ് 6. 6 നിന്ന് 4 കുറച്ചാൽ 2. സോ 2a ഇസ് ഈക്വൽ ടു 2. അങ്ങനെയാണെങ്കിൽ എന്റെ വില 1. ഇനി ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ബിന്റെ വില കണ്ടുപിടിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ഇക്വേഷൻ എടുത്തു. അപ്പോൾ 4 പ്ലസ് ബി ഇസ് ഈക്വൽ ടു മൈനസ് 6. അതാണ് ഇക്വേഷൻ. അതിന് ബിന്റെ വില എത്രയായിരിക്കും, മൈനസ് 6 മൈനസ് 4, ദാറ്റ് ഇസ് മൈനസ് 10. ഇതാണ് റോങ്ലി റിട്ടേൺ ഇക്വേഷൻ. റോങ്ലി റിട്ടേൺ ഇക്വേഷൻ എന്താ, x² മൈനസ് 10x പ്ലസ് 24 ഇസ് ഈക്വൽ ടു 0. ഇനി കറക്റ്റ് ഇക്വേഷൻ എന്താ, ഇവിടെ പ്ലസ് 24ന് പകരം മൈനസ് 24 ആണ്. ഇത്രത്തെ വ്യത്യാസമുള്ളൂ. അപ്പോൾ ആ മൈനസ് 24 ഇട്ട് കൊടുക്കുക. എന്നിട്ട് എക്സിൻ്റെ വില കണ്ടുപിടിക്കുക. എക്സിൻ്റെ വില എങ്ങനെ കണ്ടുപിടിക്കുക, ഇക്വേഷൻ വെച്ചിട്ട് എക്സ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b² മൈനസ് 4ac ബൈ 2a. ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സിൻ്റെ വില എന്ന് പറയുന്നത് 12 അല്ലെങ്കിൽ മൈനസ് 2 ആണ് കിട്ടുക. അപ്പോൾ കറക്റ്റ് ആൻസേഴ്സ് പറഞ്ഞത് ഏതാ, 12ഉം മൈനസ് 2 ആണ്. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ള 5 ക്വസ്റ്റ്യൻസും എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കുക, കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വേറെ ഏതെങ്കിലും സ്കൂളൊക്കെ ഉണ്ടെങ്കിൽ ഫ്രണ്ട്സിന് ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യാൻ പറയുക. ഇനി എന്തെങ്കിലും ക്ലാസ് മെച്ചപ്പെടുത്താനുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ. താങ്ക് യു.